നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കത്ത് ചോർച്ച വിവാദത്തിൽ ഇനിയും പ്രതികരിക്കാതെ CPM. സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളെ സംശയനിഴലിലാക്കിയിട്ടും ഒരക്ഷരം മിണ്ടാതെ നേതാക്കൾ. പോളിറ്റ് ബ്യൂറോ ഇന്ന് ഡൽഹിയിൽ. വിവാദം ചർച്ചയാകുമോ എന്നുറപ്പില്ല. പ്രതിപക്ഷവും BJPയും ഏറ്റെടുത്തതിലൂടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലായി പാർട്ടി. കത്ത് ചോർച്ച വിവാദം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വിവാദം മാത്രമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വ്യക്തമാക്കും. അവതാരങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ സ്വാധീനമില്ല. അവതാരങ്ങളല്ല പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും മന്ത്രി. വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ. കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂർ ജില്ലയിലെ ഓണപ്പരീക്ഷ മാറ്റി. സ്കൂളുകൾക്ക് അവധി. കനത്ത മഴയെ തുടർന്ന് എറണാകുളം തേവയ്ക്കലിൽ മണ്ണിടിച്ചിൽ. എടത്തല സഹകരണ അങ്ങാടിക്ക് സമീപം 25 അടി ഉയരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണു. അപകട ഭീഷണിയിൽ പ്രദേശത്തെ വീടുകൾ. കോഴിക്കോട് എരഞ്ഞിപ്പറമ്പിൽ ജലസംഭരണി ഭാഗികമായി തകർന്നു. ഒരു വശത്തെ കോൺക്രീറ്റ് ഭിത്തി അടർന്നതോടെ ജലസംഭരണിയിലെ വെള്ളം 2 വീടുകളിലേക്ക് കുതിച്ചെത്തി. തകർന്നത് 30 വർഷം പഴക്കമുള്ള ടാങ്ക്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജി എത്തുന്നത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫിന്റെ ബെഞ്ചിൽ. പരാതി 2021-നും 2023-നും ഇടയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന്. കേസിൽപ്പെടുത്തുമെന്ന് യുവതി നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന് ജാമ്യം തേടിയുള്ള വേടന്റെ വാദം. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിനോട് ചേർന്നുള്ള ഭക്ഷണശാലയിൽ മോഷണം. പണം നഷ്ടപ്പെട്ടു. മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് രാവിലെ. പൂജപ്പുര പോലീസ് അന്വേഷണം തുടങ്ങി. CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലൂടെ BJP ലക്ഷ്യമിടുന്നത് തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ. തീരുമാനം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകം. പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണ തേടാൻ ശ്രമം. DMK പിന്തുണച്ചേക്കില്ല. സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യ യോഗം ഇന്ന്. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ഇന്ന് 2ാം ദിവസം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിനോടുള്ള കോൺഗ്രസിന്റെ മറുപടി എന്താകുമെന്നതിൽ ആകാംക്ഷ. വിമർശനം തുടരും. ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ 65 ലക്ഷം പേരുടെ വിവരങ്ങൾ കമ്മീഷൻ പുറത്തുവിട്ടു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്ന് വൈറ്റ് ഹൌസിൽ. അലാസ്ക കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ വെച്ച ഉപാധികൾ സെലൻസ്കിയെ ധരിപ്പിക്കും. ഡോൺബാസ് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് സെലൻസ്കി. യുക്രൈൻ പ്രസിഡന്റിന് പിന്തുണയുമായി യൂറോപ്യൻ രാഷ്ട്ര നേതാക്കൾ. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഡൽഹിയിലെത്തും. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച. ഇന്ന് വൈകിട്ട് വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെ കാണും. അതിർത്തി പ്രശ്നത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രതിനിധികളുടെ യോഗത്തിൽ വാങ് യി പങ്കെടുക്കും. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ മരണം 300 കടന്നു. മിന്നൽ പ്രളയത്തിന് കാരണമായത് പേമാരിയും മേഘവിസ്ഫോടനവും. ഖൈബർ പ്രവിശ്യയിലെ ബുണർ പർവ്വത പ്രദേശത്ത് 54 മൃതദേഹങ്ങൾ കണ്ടെത്തി. ബഹിരാകാശ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശുഭാംശു ശുക്ലയ്ക്ക് ഇന്ന് പാർലമെന്റിന്റെ ആദരം. ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച സഭയിൽ. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ജന്മനാടായ ലക്നൌവും ശുഭാംശു സന്ദർശിക്കും. സിറോ മലബാർ സഭ സിനഡിന് ഇന്ന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തുടക്കം. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലും വിദേശത്തുമായുള്ള 52 ബിഷപ്പുമാർ പങ്കെടുക്കും. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും വിവാദങ്ങളും സിനഡിൽ ചർച്ചയാകും. ന്യൂസ് 18 പുറത്തുവിട്ട സംവരണത്തിനായി ജാതിമാറ്റ തട്ടിപ്പിൽ നടപടി ആവശ്യപ്പെട്ട് നാടാർ സംഘടനകളുടെ സമരം ഇന്ന് തിരുവനന്തപുരത്ത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ രാവിലെ 11 മണിക്ക്. ലത്തീൻ കത്തോലിക്ക സഭാ നിലപാടിനോട് വിയോജിക്കുന്നവരും പങ്കെടുക്കും. അനധികൃതമായി ജോലി നേടിയവരെ പുറത്താക്കണമെന്ന് ആവശ്യം.
ആലുവയിൽ വൻ ലഹരിവേട്ട. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് 50 ലക്ഷം രൂപ വിലമതിക്കുന്ന 158 ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തു. അസം സ്വദേശി മക്ബുൽ ഹുസൈൻ എക്സൈസിന്റെ പിടിയിൽ.